കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെൻ്റെ ഈശോ. ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെൻ്റെ ഈശോ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തമാക്കാൻ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തമാക്കാൻ. ആഗ്രഹിച്ചൊത്തിരി അപ്പമാവീശനെ സ്വീകരിക്കാൻ. അരികിലിരുന്നു ഞാൻ ആഗ്രഹിച്ചൊത്തിരി അപ്പമാവീശനെ സ്വീകരിക്കാൻ. സ്തുതിയായിരിക്കട്ടെ. ഫരീദാബാദ് അതിരൂപതയിലെ ലാഡുസറായി ലിറ്റിൽ ഫ്ലവർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ ദൈവാനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനമാണ്. ദീർഘനാളത്തെ പഠനത്തിനും പ്രാർത്ഥനയ്ക്കും പരിശീലനത്തിനും ശേഷം നമ്മുടെ ഇടവകയിൽ നിന്നും ബ്രയോൺ തോമസ്, ജോർജ്, മൈക്കിൾ ജോഷി എന്നീ കുഞ്ഞുങ്ങൾ ആഘോഷമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് ഭക്തിപൂർവം ഈ കൂദാശ പരിക്രമം ചെയ്യുന്നത് ലാഡുസറായി ലിറ്റിൽ ഫ്ലവർ ഇടവകയുടെ വികാരി റെവറൻഡ് ഫാദർ ജോമി വാഴക്കാലായിലും സഹകാർമ്മികരായ റെവറൻഡ് ഫാദർ ജോബിൻ ജോസ്, റെവറൻഡ് ഫാദർ ഡെനോ മാത്യു എന്നിവരാണ്. ദൈവകൃപയുടെ പെരുമഴ പെയ്യുന്ന ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കണമെന്ന തീവ്രമായ ആഗ്രഹവുമായി അനുഗ്രഹത്തിൻ്റെ അൾത്താര മുൻപിൽ അണയുന്ന ഈ ദൈവ പൈതങ്ങളെയും ഇവരെ അനുഗ്രഹിച്ചൊരുക്കി വിട്ട ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈ പരിശുദ്ധ കൂദാശ സ്വീകരണത്തിനായി പരിശീലനത്തിനായി ഇവരെ പഠിപ്പിച്ചൊരുക്കിയ വിശ്വാസ പരിശീലകരെയും
നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ സമയം ബഹുമാനപ്പെട്ട വൈദികർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് സാഘോഷം ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ശുശ്രൂഷകരാൽ അനുഗതരായി വിശുദ്ധ അൾത്താരയിലേക്ക് കടന്നു വരുന്നു. ദൈവപുത്രൻ്റെ അത്യുദാത്തമായ സമർപ്പണമാണ് വിശുദ്ധ കുർബാന. മുറിച്ചു വിളമ്പലിൻ്റെ ഈ ബലിമേശയിലേക്ക് തങ്ങളെയും തങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അവരുടെ കാഴ്ചവസ്തുക്കൾ അൾത്താരയിൽ സമർപ്പിക്കുകയും മുഖ്യകാർമ്മികൻ സമർപ്പണം സ്വീകരിച്ച് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവരുടെ സമർപ്പണം ദൈവസന്നിധിയിൽ വിശുദ്ധവും സ്വീകാര്യവുമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിന്ന് പ്രവേശന ഗീതം ആലപിക്കാം. അണയാം ദൈവജനമേ, കൃപയൊഴുകും ഈ സ്നേഹഭവനത്തിൽ ഒരു മനമായി ദൈവസ്നേഹം പകരും നീ ബലിപീഠത്തിൽ. അണയാം ദൈവജനമേ, കൃപയൊഴുകും ഈ സ്നേഹഭവനത്തിൽ ഒരു മനമായി ദൈവസ്നേഹം പകരും ഈ ബലിപീഠത്തിൽ. സ്നേഹത്തിൻ ജ്വാലയായി തീരാം, കരുണതൻ നിറകുടമാകാം. ഒരു മതൻ കാഹളമോദാം, പ്രാർത്ഥനയാൽ നിറയാം. സ്നേഹത്തിൻ ജ്വാലയായി തീരാം, കരുണതൻ നിറകുടമാകാം. ഒരു മതൻ കാഹളമോദാം, പ്രാർത്ഥനയാൽ നിറയാം. പെസഹ നാളിലെ ആത്മബലി, കാൽവരി മലയിലെ സ്നേഹബലി, മാലാഖ വൃന്ദം അണിചേരുമേ സ്വർഗീയ വിരുന്നീ ദിവ്യബലി. പെസഹ നാളിലെ ആത്മബലി, കാൽവരി മലയിലെ സ്നേഹബലി, മാലാഖ വൃന്ദം അണിചേരുമേ സ്വർഗീയ വിരുന്നീ ദിവ്യബലി. ശാന്തി തൻ ദൂതുമായി പുതുതലമുറയെ ഒരുക്കാം. ശാന്തി തൻ ദൂതുമായി പുതുതലമുറയെ ഒരുക്കാം. സുവിശേഷ സൗഭാഗ്യം ഹൃദയത്തിലേന്തി സഭതൻ ചൈതന്യമാകാം. സുവിശേഷ സൗഭാഗ്യം ഹൃദയത്തിലേന്തി സഭതൻ ചൈതന്യമാകാം. ഒരു തിരിനാളമായി മാറാം, അനുരഞ്ജിതരാകാം. ഒരുമയിലൊരു ജനമാകാം, അണയാം ഈ ബലിപീഠത്തിൽ. പെസഹ നാളിലെ ആത്മബലി, കാൽവരി മലയിലെ സ്നേഹബലി, മാലാഖ വൃന്ദം അണിചേരുമേ സ്വർഗീയ വിരുന്നീ ദിവ്യബലി. പെസഹ നാളിലെ ആത്മബലി, കാൽവരി
മലയിലെ സ്നേഹബലി മാലാകവൃന്ദം അണിചേരുമേ സ്വർഗീയ വിരുന്നീ ദിവ്യബലി. മിശിഹായാലും മിശിഹായുടെ സഭയാലും ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ആത്മീയ ആഘോഷത്തിൻ്റെ ഈ ആനന്ദ നിമിഷങ്ങളിൽ സാഘോഷം ഈശോയെ സ്വീകരിക്കുവാനായി ഇന്ന് ഒരുങ്ങി വന്നിരിക്കുന്നത് ബിജു തോമസ്, ലൂസി ജോസഫ് എന്നിവരുടെ മകൻ ബ്രയോൺ തോമസ് ജോർജ്, ജോഷി ജോസഫ് വിളക്കുന്നേൽ, ഷൈമോൾ ജോഷി എന്നിവരുടെ മകൻ മൈക്കിൾ ജോഷി എന്നിവരാണ്. കുന്തിരിക്കത്തിൻ്റെ ഗന്ധമുള്ള ഈ പ്രഭാതത്തിൽ ഇന്നത്തെ പരിശുദ്ധ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും സഹകാർമ്മികരായ റെവറൻഡ് ഫാദർ ജോബിൻ വിളക്കുന്നേൽ, ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന മൈക്കിൾ ജോഷിയുടെ അങ്കിളാണ്. കൂടാതെ മറ്റൊരു സഹകാർമ്മികനായ റെവറൻഡ് ഫാദർ ഡെനോ മാത്യു മരങ്ങാട്ട് മൈക്കിൾ ജോഷിയുടെ കസിനാണ്. ഹൃദയപൂർവ്വം വൈദികരെയും ലാഡോസറായി ഇടവക കൂട്ടായ്മയിലേക്കും ഇന്നത്തെ സന്തോഷങ്ങളിലേക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ദീപം തെളിക്കുകയാണ് ഇപ്പോൾ. ക്രിസ്തുവാണ് യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കുകാരാകുന്നുവെന്നും ഈ കർമ്മം സൂചിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ കർമ്മത്തിൽ പങ്കുചേരാം. ദീപം തെളിക്കുവാനായി ബഹുമാനപ്പെട്ട വൈദികരെയും ഇടവക കൈക്കാരന്മാരെയും സുപ്പീരിയർ സിസ്റ്റർ ഡാലിയയെയും ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ബ്രയോൺ, മൈക്കിൾ എന്നീ കുഞ്ഞുങ്ങളെയും അവരുടെ ബഹുമാനപ്പെട്ട അമ്മമാരെയും ക്ഷണിക്കുന്നു. തുടർന്ന് ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതവും പ്രതിഫലിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കുഞ്ഞുങ്ങൾക്ക് ദീപം തെളിയിച്ചു നൽകുകയും ചെയ്യുന്ന കർമ്മങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ നമുക്കെല്ലാവർക്കും ഇരിക്കാം. മാമോദീസ വ്രതങ്ങളുടെ നവീകരണമാണ് തുടർന്ന് നടക്കുന്നത്. മാമോദീസ വേളയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ചെയ്ത വാഗ്ദാനങ്ങൾ
ഇപ്പോൾ ഇവർ പൂർണ്ണ മനസ്സോടെ ബോധ്യത്തോടെ ഏറ്റുപറയുന്നു. ദൈവത്തിരുമുൻപിൽ സ്വമനസ്സോടെ എടുക്കുന്ന ഈ പ്രതിജ്ഞകൾ ഇവരുടെ ജീവിതത്തിൽ എന്നും നിറവേറപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യ കാർമ്മികൻ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് അവർ വിശ്വസിക്കുന്ന സഭയുടെ വിശ്വാസ സത്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ കർമ്മത്തിൽ പങ്കുചേരാം. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിനു മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഹമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. ഓരോ കുഞ്ഞും ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമാണ്. തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ മക്കളെ ഈ മാതാപിതാക്കൾ ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. നമുക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അങ്ങ് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും വഴിതെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ക്രൈസ്തവ ആധ്യാത്മികതയുടെ സ്രോതസ്സും കേന്ദ്രവുമാണ് വിശുദ്ധ കുർബാന. വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചസ്ഥായിയുമായ വിശുദ്ധ കുർബാന നിത്യതയോളം നീളുന്ന ആത്മീയ യാത്രയിലെ തിരുപ്പാധ്യേയവുമാണ്. ഷഹിയോൻ മാളികയിലെ അത്താഴമേശയും കുരിശിലെ ബലിയും ഈ അൾത്താരമേശയിൽ ഒന്നാകുമ്പോൾ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ കൃപാവര സമൃദ്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കുരുന്നുകളുടെ വിശുദ്ധവും നിഷ്കളങ്കവുമായ നിയോഗങ്ങൾക്കൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് അതീവ ശ്രദ്ധയോടും വലിയ ഭക്തിയോടും കൂടെ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാ താതാമിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതന്നെ സ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സുഖത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്ക്
ഇന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. കർത്താവായ ദൈവമേ, തിരുസഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കുദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ മഹത്വീകരണം അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധിയോടെ ഈ ബലിയർപ്പിക്കുവാനും മാലാഹമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്നേഹനഗരിയവൻ, കരുണാവാരിധി അവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും
അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മുത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 16, തിരുവചനങ്ങൾ 11 മുതൽ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരണ്ട ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തനും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ.
ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഒരാൾക്ക് 2 ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനയാണിത്. നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ്, കർത്താവിൻ്റെ വിശുദ്ധമായ സാബത്ത് ദിനം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ. ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ചീത്തയായി പോയില്ല, അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ വിശ്രമദിനമാകയാൽ നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല. 6 ദിവസം നിങ്ങളത് ശേഖരിക്കണം. 7-ാം ദിവസം സാബത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 6-ാം ദിവസം അവിടുന്ന് 2 ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത്. 7-ാം ദിവസവും ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ, ആരും പുറത്തു പോകരുത്. അതനുസരിച്ച് 7-ാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി. അത് കൊത്തമ്പാലരി പോലെയായിരുന്നു, വെളുത്തതും തേൻ ചേർത്തതും അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. The second reading, a reading from 1 Samuel chapter 3 verses 1 to 10. May God bless me. Now the boy Samuel was ministering to the Lord under Eli. The word of the Lord was rare in those days. Visions were not widespread. At that time Eli, whose eyesight had begun to grow dim so that he could not see, was lying down in his room. The lamp of God had not yet gone out, and Samuel was lying down in the temple of the Lord, where the ark of God was. Then the Lord called, Samuel, Samuel, and he said, Here I am, and ran to Eli and said, Here I am, for you called me. But he said, I did not call, lie down again. So he went and lay down. The Lord called again, Samuel, Samuel. Samuel got up and went to Eli and said, Here I am, for you called me. But he said, I did not call, my son, lie down again. Now Samuel did not yet know the Lord, and the word of Lord had not yet been revealed to him. The Lord called Samuel again a third time. He got up and went to Eli and said, Here I am, for you called me. Then Eli perceived that the Lord was calling the boy. Therefore Eli said to Samuel, Go, lie down, and if he calls you, you shall say, Speak, Lord, for your servant is listening. So Samuel went and lay down in his place. Now the Lord came and stood there, calling as before, Samuel, Samuel. And Samuel said, Speak, Lord, for your servant is listening. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരദം
ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാൻ ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. Third reading. The reading from the first letter to the Corinthians, chapter 11, verses 23 to 29. May Lord bless me. May Christ bless you. For I received from the Lord what I also handed on to you, that the Lord Jesus on the night when he was betrayed took the loaf of bread, and when he had given thanks, he broke it and said, "This is my body that is for you. Do this in remembrance of me." In the same way, took the cup also after supper, saying, "This cup is the new covenant in my blood. Do this as often as you drink it, in remembrance of me. For as often as you eat this bread or drink this cup, you proclaim the Lord's death until he comes. Whoever therefore eats the bread or drinks the cup, the Lord in an unworthily manner will be answerable for the body and blood of the Christ. Examine yourself, then only eat of the bread and drink of the cup. For all who eat and drink without discerning the body eat and drink judgment against themselves.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുമേ, ഹല്ലേലൂയ 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 പാടിടുമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയില് ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട ജോമി വാഴക്കാലച്ച, പ്രിയപ്പെട്ട ഡെനോച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മൈക്കിൾ, ബ്രയോൺ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഇടവക സമൂഹം ഒരുപാട് സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നമ്മൾ ഇന്ന് ഈശോയുടെ സന്നിധിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയമാണ്. നമ്മുടെ 2 കുഞ്ഞുങ്ങൾ ആദ്യമായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങി ഈശോയെ സ്വീകരിക്കുന്ന ദിവസമാണിന്ന്. ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന്, കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്ന സുന്ദരമായ സമയം. ഇവിടെ സ്വർഗം തുറന്ന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ
ഇവരുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ കുടുംബാംഗങ്ങളുടെ മേൽ, നമ്മളെല്ലാവരുടെയും മേൽ പെയ്തിറങ്ങട്ടെ എന്ന് തീഷ്ണതയോടെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കറിയാം, നമ്മൾ തിരുസഭയിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 1925 11-ാം പിയൂസ് മാർപ്പാപ്പ ഈ യൂറോപ്പിൽ മുഴുവൻ ക്രൈസ്തവ മൂല്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈശോയോടുള്ള, ഈശോരാജൻ്റെ, ഈശോയുടെ വലിയ രാജ്യം വരണം, നമ്മുടെ ഈ സമൂഹത്തിൽ പുലരണം, അവൻ്റെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അതിന് ലോകത്തെ ഒരുക്കാൻ വേണ്ടി പാപ്പ പ്രഖ്യാപിച്ചതാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ. നമ്മളത് ആരാധനാക്രമ വത്സരത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, അതായത് പള്ളി കുദാശക്കാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളത് ഈ തിരുനാൾ ആഘോഷിച്ച് നമ്മുടെ ആരാധന ക്രമവത്സരം അവസാനിപ്പിച്ച് അടുത്ത ഞായറാഴ്ച നമ്മൾ മംഗളവാർത്തയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ദേവാലയ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഒഴുകുന്ന നദി അത് വളരെ ശുദ്ധമാണ്. സ്നാനഘട്ടമൊഴികെ, അതായത് ഭക്തര് കുളിച്ചു കയറുന്ന സ്നാനഘട്ടം അശുദ്ധി നിറഞ്ഞതാണ്. പക്ഷേ കൃപ പോലെ ഒഴുകുന്ന ആ നദിയിൽ കുളിച്ചു കയറുന്നവർ ശുദ്ധരായിട്ട് തീരും. ദേവാലയവും ഇതുപോലെയാണ്. ഭക്തര് വന്ന് അനുഗ്രഹങ്ങൾ നേടി വിശുദ്ധിയോടെ തിരികെ പോകും. പക്ഷേ ഈ കൃപയുടെ ഇടങ്ങളെല്ലാം അശുദ്ധമായി തീരുന്നു എന്ന് വേദപുസ്തകം പറയുക. ആ അശുദ്ധി നിറഞ്ഞ ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മത്തിന് ഈശോ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കോപത്തെ, നമ്മുടെ ദേഷ്യത്തെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഭാഗം ഉപയോഗിക്കും. ഈശോ കോപിച്ചു, അവൻ കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി എല്ലാവരെയും അടിച്ചു പുറത്താക്കി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ നല്ലതുപോലെ സൂക്ഷ്മമായി വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, പ്രവാചകന്മാരുടെ ഉയർന്ന സ്വരമാണ് കോപം. അതായത് പ്രവാചകരുടെ ഹൈ പിച്ചാണ് കോപം, ദേഷ്യം. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം, കുട്ടികൾ വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ ബഹളമുണ്ടാക്കുമ്പോൾ അധ്യാപകരുടെ സ്വരം അതിൻ്റെ മുകളിൽ നിൽക്കും, എങ്കിൽ മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ പ്രവാചകന്റെ സ്വരം ചില മൂല്യങ്ങൾ ക്ഷയിച്ചു പോകുമ്പോൾ പ്രവാചകന്മാർ അതിൻ്റെ മുകളിൽ സ്വരമുയർത്തും. അതാണ് കോപം. ഈശോയുടെ കോപം എന്ന് പറയുന്നത്, ഈശോയുടെ ദേഷ്യം എന്ന് പറയുന്നത് ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയ ആ മൂല്യച്യുതിയുടെ മുമ്പിൽ അവൻ ഉയർന്ന സ്വരമെടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ ഈ ഉയർന്ന സ്വരം മൂല്യച്യുതിക്കെതിരെയാണ്. അവനൊരിക്കലും അവൻ്റെ ഈഗോയെ മുറിവേൽപ്പിച്ചപ്പോൾ, അവൻ്റെ അകത്തെ മുറിവേൽപ്പിച്ചപ്പോൾ ഒരിക്കലും ഈശോ കോപിച്ചിട്ടില്ല. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, അവനെ അടിക്കുന്നുണ്ട്. അവൻ ഒരിക്കൽ മാത്രം ചോദിച്ചത്, ആരാണ് എന്നെ അടിച്ചത്? ഈശോയെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട്, പക്ഷേ ഈശോ കോപിക്കുന്നില്ല. പക്ഷേ ചില മൂല്യങ്ങൾ ക്ഷയിച്ചു പോകുമ്പോൾ അവൻ്റെ സ്വരം ഉയരും. ദേവാലയം അശുദ്ധമാക്കുന്നവരോട് അവൻ കോപിച്ചു. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും കോപാകുലരാകുന്നത് ഈ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലൊക്കെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ല, മറിച്ച് ഞാനെന്ന് പറയുന്ന എൻ്റെ ഈഗോ മുറിവേൽപ്പിക്കപ്പെടുമ്പോഴാണ്. നമ്മളിവിടെ ഒരു ആത്മശോധന ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സ്വരമുയരണം. അങ്ങനെ സ്വരമുയരാതിരിക്കുന്നത് കൊണ്ടാണ്
നമ്മൾ ക്രൈസ്തവർ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നത്. നമ്മൾ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് അത് പറയാൻ കുറച്ചുകൂടെ സന്തോഷമുണ്ട്. കാരണം ചില മൂല്യങ്ങൾ അത് നശിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു, നമ്മുടെ സ്വരം ഉയർന്നു. അപ്പോഴാണ് ആ മൂല്യച്യുതി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചില മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ ഇല്ലാതെ പോകുമ്പോൾ, ക്ഷയിച്ചു പോകുമ്പോൾ, അതിനെതിരെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഈശോയെ എന്നും സ്വീകരിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ പ്രതികരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഈശോയെ സ്വീകരിക്കുന്ന മനോഹരമായ ദിവസമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് മൂല്യങ്ങൾ, വാല്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈശോയുടെ നാമം പേറി, ഈശോയുടെ മൂല്യങ്ങൾ ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ പടർത്തേണ്ടവരാണ്. അതിന് വേണ്ട കൃപ ഇവർക്ക് ലഭിക്കാൻ വേണ്ടി തീക്ഷ്ണതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വീണ്ടും ഒരു കാര്യം, നമ്മൾ ദേവാലയം കച്ചവട സ്ഥലമാക്കരുതെന്നാണ് ഈശോ ഇന്ന് ഉയർന്ന സ്വരത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, കച്ചവടം, കമ്പോളം, അതുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു 3 കമ്പോളത്തിൻ്റെ വാല്യൂസ് ഉണ്ട്. ഒന്ന്, വലിയ ലാഭം കൊയ്യുന്ന സ്ഥലമാണ് ഈ കമ്പോളം. 2, ധനത്തിൻ്റെ ബലമുള്ള സ്ഥലമാണ് കമ്പോളം. 3, അതൊരു മത്സരത്തിൻ്റെ വേദിയാണ്. നമുക്കറിയാം, കമ്പോളത്തിൽ കച്ചവടം നടത്തുന്ന ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, എന്തെങ്കിലും ഒരു ലാഭമുണ്ടെങ്കിലേ അവിടെ നമ്മൾ കച്ചവടം നടത്തൂ. നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദേവാലയത്തിൽ വന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചില ലാഭചിന്തകളുണ്ട്. എനിക്കെന്ത് കിട്ടും ദേവാലയത്തിൽ വന്നാൽ? ഇനി ഈ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പള്ളിയിൽ വരുമ്പോൾ എഴുതി വച്ചിരിക്കുക, റിക്വസ്റ്റ് നോട്ട് പെർമിറ്റഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതല്ല. നമ്മൾ എത്ര പേര് പള്ളിയിൽ വരും? നമ്മൾ വലിയ ഡിമാൻഡുകളും റിക്വസ്റ്റുകളുമായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നത്. നമ്മൾ ദേവാലയത്തിൽ വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഈശോയെ കാണാനും ഈശോയോടൊപ്പമായിരിക്കാനും ഈശോയോട് ബലിയർപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ, നമ്മൾ ഒരുപാട് ആവശ്യങ്ങളുടെ ഭണ്ഡാരം അഴിച്ചിടുക ദേവാലയത്തിൽ വന്ന്. ഈ ഭണ്ഡാരങ്ങൾ അഴിച്ചിട്ടിട്ട് നമ്മൾ പോകുമ്പോൾ ഈ കൃപയുടെ ഇടം അത് അശുദ്ധമാക്കപ്പെടുകയാണ്. ഇതിനെതിരെയാണ് ഈശോ പ്രതികരിക്കുന്നത്. നമ്മൾ ദേവാലയത്തിൽ വരേണ്ടത് നമ്മൾ ഈശോയെ കാണാൻ, അവൻ്റെ ബലിയർപ്പിക്കാൻ, അവനോട് കൂടെയായിരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവണം. 2, ഈ കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ധനത്തിൻ്റെ കളിയാണ്, പണം കൊണ്ടുള്ള കളിയാണ്. ഒരിക്കൽ ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ശമയോൻ എന്ന് പറയുന്ന ഒരുവൻ സ്വർണ്ണനാണയങ്ങൾ കൊണ്ടുവന്ന് പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അഭിഷേകം എനിക്ക് തരിക, ഞാൻ നടത്താം. പത്രോസ് അവനോട് വലിയ കോപത്തോടെ അവൻ്റെ പണം വലിച്ചെറിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ അഭിഷേകം പണം കൊടുത്തു വാങ്ങാൻ പറ്റുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, പണത്തിനു വേണ്ടിയുള്ള ഇടപാടുകൾ ദേവാലയത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ് ദേവാലയം ശുദ്ധമാകുന്നത്. പണത്തിനു വേണ്ടിയുള്ള അമിതമായ താല്പര്യത്തോടെ ദേവാലയത്തിൽ വരുമ്പോഴാണ് ദേവാലയം അശുദ്ധമാവുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. 3, ഈ കമ്പോളവുമായിട്ട് ബന്ധപ്പെട്ട് ലാഭം കൊയ്യുന്ന സമയം, അല്ലെങ്കിൽ വലിയൊരു മത്സരത്തിൻ്റെ വേദിയാണ്. മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാർക്കറ്റ്. പലപ്പോഴും നമ്മളിവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോഴും മറ്റുള്ളവരോട് മത്സരിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കൽ തമാശ പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അനുതാപ സങ്കീർത്തന സമയത്ത് ഒരു ചേട്ടൻ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുക, പാപിയായ എന്നിൽ കനിയണമേ. അടുത്തു നിന്നവനെ സഹിച്ചില്ല, അവൻ പറഞ്ഞു, വലിയ പാപിയായ എന്നിൽ കനിയണമേ. മത്സരത്തിൻ്റെ വേദിയായി വിശുദ്ധ കുർബാനയുടെ ഇടങ്ങളെ നമ്മളൊക്കെ മാറ്റാറുണ്ട്. നമ്മളറിയാതെ നമ്മുടെ അധികാരികളോ ഒക്കെ മാറ്റിയെടുക്കാറുണ്ട്. മത്സരത്തിൻ്റെ വേദിയായി അത് പാടില്ല എന്ന് വേദപുസ്തകം പറയാം. ഇത് മത്സരിക്കാനുള്ള ഇടമല്ല, ഈശോയോടൊപ്പം അവൻ്റെ ബലിയർപ്പിക്കാനുള്ള കൃപയുടെ ഇടമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഈ ബലിയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാവട്ടെ.
കൃപയുടെ ഇടത്തെ അശുദ്ധമാക്കാതെ ചില കൈമോശം വന്നു പോകുന്ന മൂല്യച്യുതിക്കെതിരെ സ്വരമുയർത്തി സംസാരിക്കാൻ, അതുപോലെ കൃപ കൊണ്ടു നടക്കുന്നവരായി തീരാൻ നമുക്കാവണം. ഇന്ന് ഈ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ഈ ഇടവക കൂട്ടായ്മ ഒന്നു ചേരുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സമയത്ത് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ ഒരു വലിയ കൂട്ടായ്മ വലിയ ഹൃദയഭാരത്തോടെ കടന്നുപോയ സമയങ്ങളിലൊക്കെ നാട്ടിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഇടവക സമൂഹത്തെ തിരുസഭയോട് ചേർത്ത് പിടിക്കുന്ന ഈ പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ചനെ ഏറെ സന്തോഷത്തോടെ ഹൃദയ നിറഞ്ഞ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ഇടവക സമൂഹത്തെ നിങ്ങളെ ചേർത്ത് പിടിച്ച് നയിക്കുന്ന പ്രിയപ്പെട്ട ജോമി വാഴക്കാലച്ചനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ശുശ്രൂഷകളെ ഹൃദയപൂർവ്വം ചേർത്ത് അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ ഈ ദിവസങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ ഈ ആദ്യ കുർബാന സ്വീകരണം മനോഹരമാക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരുപിടി കരങ്ങളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഇവരെ പഠിപ്പിച്ച് ഒരുക്കി ഇവരെ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുപാട് നാളുകൾ കൊണ്ട് ഒരുക്കിയെടുത്ത ബഹുമാനപ്പെട്ട മദറിൻ്റെ നേതൃത്വത്തിലുള്ള സിസ്റ്റേഴ്സുണ്ട്. അവരുടെ വലിയ ആ ശുശ്രൂഷയെ അങ്ങേയറ്റം ആദരവോടെ കാണുകയും ഹൃദയപൂർവ്വം അവർക്ക് നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ ഇടവക സമൂഹത്തോട് ചേർന്ന് അവർ ശാന്തമായി അവർ നടത്തുന്ന വലിയ സമർപ്പണ ജീവിതത്തെ അങ്ങേയറ്റം ആദരവോടെ കാണുകയും അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സ്നേഹത്തോടെ അവരെ ഈ ബലിവേദിയിൽ ഓർക്കുകയും ചെയ്യുക. അതുപോലെ ഇവരുടെ ഈ 2 കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കന്മാർ 4 പേരെയും അവരുടെ സഹോദരങ്ങളെയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിൽ അവരെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. ഈ അൾത്താരയോട് ഇവർ ചേർന്ന് നിൽക്കുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇതുപോലെ അൾത്താരയോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കാൻ ഇവർക്ക് കരുത്ത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ വലിയ സമർപ്പണത്തെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ജീവിത സമർപ്പണത്തെ അങ്ങേയറ്റം ആദരവോടെ കാണുകയും അൾത്താരയോട് ചേർത്ത് നിങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഇടവക സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരുപിടി ആൾക്കാർ വേറെയുണ്ട്. കൈക്കാരന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, ദേവാലയ ശുശ്രൂഷികളുണ്ട്, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഒരുപിടി ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരെയും, കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും ഈ ദിവസങ്ങളിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും എല്ലാവരെയും നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും എല്ലാം ഈശോയുടെ അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഇടവക സമൂഹം ഇനിയും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരിടമായി തീരട്ടെ എന്ന് തീഷ്ണതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അൾത്താരയോട് ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. സകല വിശുദ്ധര് നമുക്ക് വേണ്ടി കാവൽ നിൽക്കും. നമ്മുടെ സഭയുടെ വിശുദ്ധര് വാഴ്ത്തപ്പെട്ടവരെല്ലാം നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കും. അപ്പോൾ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഈ കൃപയുടെ ഇടത്തെ അശുദ്ധമാക്കാതെ ഇത് കൃപകൾ ഒഴുകുന്ന വലിയൊരു ഇടമാക്കി മാറ്റി ഈശോയോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോ എന്ന നാമം ഉയർത്തിപ്പിടിക്കാൻ, ചില മൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലനിൽക്കാൻ നമുക്കാവണം. അതിനുള്ള വലിയ കൃപയും ശക്തിയും ഈ കൃപയുടെ ഇടത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 300ഓളം വരുന്ന ഈ ഇടവക കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവർ അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് അരുൾ ചെയ്ത മിശിഹായെ, ഹൃദയശുദ്ധി പാലിച്ചുകൊണ്ട് അങ്ങിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എന്നരുൾ ചെയ്ത ഈശോയെ, അങ്ങയുടെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും അങ്ങേ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായെ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കിയ എല്ലാ അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് മെത്രാപ്പോലിത്തായെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും ആത്മീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായ്, നിന്റെ പകലടഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. അങ്ങീ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ അങ്ങെന്നും തുണയായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.